ഹായ് ഫ്രണ്ട്സ്, R4iലേക്ക് സ്വാഗതം. നിഫ്റ്റിയിൽ ഇന്ന് മറ്റൊരു ആശ്വാസ റാലി നടന്ന് ഒരു പോസിറ്റീവ് ക്ലോസിംഗ് ആണ് നൽകിയത്. ഇപ്പോൾ നിഫ്റ്റി അതിൻ്റെ അടുത്ത കടമ്പയായിട്ടുള്ള 24,900 അടുത്ത് എത്തിയിരിക്കുകയാണ്. നമ്മൾ BSEയിൽ സ്റ്റോക്കുകളുടെ മൊത്തത്തിലുള്ള അഡ്വാൻസ് ഡിക്ലൈൻ നോക്കുകയാണെങ്കിൽ 62% സ്റ്റോക്കുകളും ഇന്ന് BSEയിൽ അഡ്വാൻസ് ചെയ്തിട്ടുണ്ട്. 33% സ്റ്റോക്കുകൾ മാത്രമാണ് ഡിക്ലൈൻ ചെയ്തത്. NSEയിൽ നോക്കുകയാണെങ്കിൽ 2142 സ്റ്റോക്കുകൾ അഡ്വാൻസ് ചെയ്തപ്പോൾ 960 സ്റ്റോക്കുകൾ മാത്രമാണ് ഡിക്ലൈൻ ചെയ്തത്. ഇപ്പോൾ മാർക്കറ്റിൽ മൊത്തത്തിൽ ബ്രോഡ് മാർക്കറ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ലാർജ് ക്യാപ്പ് ആയാലും മിഡ് ക്യാപ്പ് ആയാലും സ്മോൾ ക്യാപ്പ് ആയാലും അതിലൊക്കെ മോശമല്ലാത്ത ഒരു ബൈങ് നടന്നിട്ടുണ്ട്. എന്നാൽ ഏറ്റവും ശക്തമായ ബൈങ് നടന്നിട്ടുള്ളത് മൈക്രോ ക്യാപ്പ് ഇൻഡെക്സിലാണ്. അപ്പോൾ റീറ്റെയിൽ പാർട്ടിസിപ്പേഷൻ ശക്തമായിട്ട് വന്നിട്ടുണ്ട് എന്നാണ് ഇതിൽ മനസ്സിലാകുന്നത്. അതാണ് മാർക്കറ്റ് മൂഡ് ഇൻഡെക്സിനെ ഒരു ഗ്രീഡ് സോണിലേക്ക് കൊണ്ടുപോയിട്ടുള്ളത്. ഈ ആഴ്ചയിൽ മൊത്തത്തിലെ മാർക്കറ്റ് മൂഡ് ഇൻഡെക്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആദ്യത്തെ 2 ദിവസങ്ങൾ ഫിയർ സോണിലായിരുന്നു മാർക്കറ്റ് ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ മെല്ലെ കഴിഞ്ഞ ട്രേഡിംഗ് ഡേയിലും ഇന്നും അത് ഗ്രീഡ് സോണിലേക്ക് മാറിയതായിട്ട് കാണാം. കൂടാതെ ഇന്ത്യ വിക്സ് 10നെ ചുറ്റിപ്പറ്റി നിൽക്കുകയാണ്. അപ്പോൾ ആ ഒരു വോളറ്റിലിറ്റിയുടെ ആ ഒരു ഇൻറ്റൻസിറ്റി കുറച്ച് കുറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ പറ്റും. എന്നാൽ എങ്കിൽ പോലും റൂപ്പിയുടെ ആ ഒരു വീക്ക്നെസ് ഇപ്പോഴും തുടരുകയാണ്. 88.7 എന്നുള്ള ലെവലിൽ തന്നെയാണ് ഡോളറിനെതിരെ ഇന്ത്യൻ റുപ്പി നിൽക്കുന്നത്. അതുകൂടാതെ FIIസിന്റെ സെല്ലിങ്ങും കുറഞ്ഞു വന്നിട്ടില്ല എന്ന് മനസ്സിലാക്കാം. കാരണം 225 പോയിന്റിന്റെ റാലി കഴിഞ്ഞ ട്രേഡിംഗ് ഡേയിൽ നടന്നപ്പോഴും FIIs അവിടെ നെറ്റ് സെല്ലേഴ്സ് ആയിരുന്നു. 1600 കോടിയുടെ ഒരു സെല്ലിംഗ് അവർ നടത്തിയിരുന്നു. ഇപ്പോൾ FIIs ഇപ്പോഴും മാർക്കറ്റിൽ ബിയറിഷ് ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത്. ഇപ്പോൾ ഡെറിവേറ്റീവ് മാർക്കറ്റിലെ ഓപ്പൺ ഇൻട്രസ്റ്റുകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കോൾ സൈഡിലുള്ള ഹൈയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് 25,000 എന്ന ലെവലാണ്. തൊട്ടടുത്ത് നിൽക്കുന്നത് 24,900 എന്ന ലെവലുമാണ്. പുട്ട് സൈഡിൽ നോക്കുകയാണെങ്കിൽ 24,800, 24,600 ഒക്കെയാണ് ഹൈയസ്റ്റ് ഇൻട്രസ്റ്റ് കാണുന്നത്. 24,000 പുട്ടിൻ്റെ ഏറ്റവും ഹൈയസ്റ്റ് ഉള്ളത്. അപ്പോൾ 24,600നും 25,000നും ഇടയിൽ ആണ് നിഫ്റ്റി ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഡെറിവേറ്റീവ് മാർക്കറ്റിലുള്ള ആ ഒരു സെല്ലിംഗ് പൊസിഷൻ അതിപ്പോഴും കുറഞ്ഞിട്ടില്ല. അത് ഹയ്യസ്റ്റ് ആയിട്ട് തന്നെ നിൽക്കുകയാണ്. അപ്പോൾ മാർക്കറ്റ് ഇപ്പോഴും ആ ഒരു ബിയറിഷ്നെസ്സിൽ തന്നെയാണ് നിൽക്കുന്നത് എന്നതിൽ മനസ്സിലാക്കാം. അതുകൊണ്ട് തന്നെ നെക്സ്റ്റ് വീക്കിൻ്റെ നിഫ്റ്റി എക്സ്പയറിയുമായൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള വോളറ്റിലിറ്റി നമ്മൾ പ്രതീക്ഷിക്കേണ്ടതാണ്. ഇപ്പോൾ ഗ്ലോബൽ മാർക്കറ്റ് എന്നാൽ വലിയ പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് പോകുന്നതായിട്ട് കാണുന്നത്. ഇപ്പോൾ US ഷട്ട് ഡൗൺ ഉണ്ടായിട്ട് പോലും USൻ്റെ മേജർ ഇൻഡെക്സുകളെല്ലാം ഇന്നലെ പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. ഇന്ന് നമ്മളതിൻ്റെ ഫ്യൂച്ചേഴ്സ് നോക്കുകയാണെങ്കിലും അത് പോസിറ്റീവിലാണ് ട്രേഡ് ചെയ്യുന്നത്. US ഗവൺമെൻറ് ഷട്ട് ഡൗൺ വലിയ തോതിൽ US മാർക്കറ്റിനെ എഫക്റ്റ് ചെയ്തിട്ടില്ല എന്ന് നമുക്കിതിൽ മനസ്സിലാക്കാം. അപ്പോൾ ഇതിനു മുമ്പ് പല പ്രാവശ്യവും US മാർക്കറ്റ് ഷട്ട് ഡൗൺ നടന്നിട്ടുണ്ട്. 21 പ്രാവശ്യത്തോളം ടോട്ടലായിട്ട് അതിൻ്റെ ഹിസ്റ്ററിയിൽ നടന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും ലോങ്ങസ്റ്റ് ആയിട്ട് നടന്നത് 2018ലും 2019ലുമാണ്. അതായത് ഈ ട്രംപിൻ്റെ കാലയളവിലാണ് ഈ രീതിയിൽ ലോങ്ങസ്റ്റ് പീരീഡിൽ ഷട്ട് ഡൗൺ US മാർക്കറ്റിൽ ഉണ്ടായത്. ഇപ്പോൾ ഏകദേശം 5 ആഴ്ച നീണ്ടു നിന്ന ഒരു ഷട്ട് ഡൗൺ 2019 ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത്ര വലിയൊരു ഷട്ട് ഡൗൺ ഉണ്ടായിട്ട് പോലും അത് GDPയിൽ ഉണ്ടാക്കിയ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് 0.02% മാത്രമാണ്. അപ്പോൾ ഒരു എസ്റ്റിമേറ്റ് പ്രകാരം ഒരാഴ്ച പോലും ഷട്ട് ഡൗൺ നടന്നാൽ തന്നെ $7 ബില്യൺ ഒരു ലോസാണ് US മാർക്കറ്റിൽ ഉണ്ടാവുക. ഇപ്പോൾ നമുക്കറിയാം US എക്കണോമി എന്ന് പറയുന്നത് $30 ട്രില്യൺ ലോകത്തിലെ ഏറ്റവും ലാർജസ്റ്റ് എക്കണോമിയാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഈ $7 ബില്യൺ എന്നൊക്കെ പറയുന്നത് വളരെ നിസ്സാരമായിട്ടുള്ള വളരെ നെഗ്ലിജിബിൾ ആയിട്ടുള്ള ഒരു ഫിഗറാണ്. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് ഇതിനെ കണക്കൂട്ടുന്നത് എത്ര തന്നെ നീണ്ടുപോയാലും ഈവൻ 5 വീക്സ് നീണ്ടുപോയാലും വലിയൊരു ഇമ്പാക്റ്റ് അത് മാർക്കറ്റിൽ ഉണ്ടാക്കുകയില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് US സ്റ്റോക്ക് മാർക്കറ്റൊക്കെ പോസിറ്റീവിൽ തന്നെ ക്ലോസ് ചെയ്തുകൊണ്ട് പോകുന്നത്. നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വന്നാൽ 3 ബാങ്കുകളുടെ ഒരു ബിസിനസ് അപ്ഡേറ്റ്സ് നമുക്ക് കാണാൻ പറ്റും. നമുക്കറിയാം Q2 റിസൾട്ടുകൾ വരാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ തയ്യാറെടുപ്പിലാണ് പല കമ്പനികളും അവരുടെ ബാലൻസ് ഷീറ്റുകൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്ന അവസരമാണ്. അപ്പോൾ അവരുടെ സെയിൽസിലുണ്ടായിട്ടുള്ള ഇമ്പ്രൂവ്മെൻറ്റും മറ്റ് കാര്യങ്ങളുമൊക്കെ അവർ സ്വാഭാവികമായിട്ട് ഒരു ബിസിനസ് അപ്ഡേറ്റ് എന്ന നിലയിൽ പങ്കുവെക്കാറുണ്ട്. ഇത് ഫൈനലായിട്ടുള്ള റിസൾട്ട് അല്ല, ആ ബിസിനസ് എങ്ങനെയാണ് കഴിഞ്ഞ ക്വാർട്ടറിൽ വന്നിട്ടുള്ളത് എന്നതിൻ്റെ ഒരു സൂചന മാത്രമാണ്. അപ്പോൾ അതിൽ നമുക്ക് കാണാൻ കഴിയും കാത്തലിക് സിറിയൻ ബാങ്ക് അവരുടെ ഒരു ലോൺ ഗ്രോത്ത് 29% ഈ സെപ്റ്റംബർ ക്വാർട്ടറിൽ വർദ്ധിച്ചതായിട്ടാണ് കഴിഞ്ഞ വർഷത്തെ സെപ്റ്റംബർ ക്വാർട്ടറായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. അപ്പോൾ അതിൽ പ്രധാനമായിട്ട് വർധനവുണ്ടായിട്ടുള്ളത് ഗോൾഡ് ലോണിലാണ്. 37% ഇൻക്രീസ് ആയത്. അത് കഴിഞ്ഞ ക്വാർട്ടറായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 10% ഇൻക്രീസ് ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയാം ഇപ്പോൾ ഗോൾഡ് പ്രൈസ് അതിൻ്റെ റെക്കോർഡ് ഹൈയിലേക്ക് പോയപ്പോൾ സ്വാഭാവികമായിട്ടും ഗോൾഡ് വെച്ചുകൊണ്ടുള്ള ലോൺ എടുക്കുവാനുള്ള ആ ഒരു ആളുകളുടെ ഒരു ടെൻഡൻസി സ്വാഭാവികമായിട്ടും വർദ്ധിച്ചിട്ടുണ്ടാകും. അതിൻ്റെ അടിസ്ഥാനത്തിലൊരു ഗ്രോത്ത് ഈ ബാങ്കിൽ കാണാൻ പറ്റും. അപ്പോൾ അവരുടെ ടോട്ടൽ ലോൺ ഗ്രോത്ത് കഴിഞ്ഞ മാസത്തെ അപേക്ഷിച്ച് 5% വർദ്ധിച്ചിട്ടുള്ളത്. അതുപോലെ കാത്തലിക് സിറിയൻ ബാങ്കിൻ്റെ ഡെപ്പോസിറ്റ് ഗ്രോത്ത് അത് 24.5% ഇയർ ഓൺ ഇയറിൽ വർദ്ധിച്ചതായിട്ടാണ് അവരുടെ ബിസിനസ് അപ്ഡേറ്റിൽ പറയുന്നത്. കൂടാതെ ടേം ഡെപ്പോസിറ്റ് 29% വർദ്ധിച്ചത്. കാസ അഥവാ കറണ്ട് അക്കൗണ്ട്
സേവിങ് അക്കൗണ്ടുമായി തമ്മിലുള്ള ആ ഒരു റേഷ്യോ അത് 9.4% ആയിട്ടും ഉയർന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജൂൺ ക്വാർട്ടറിൽ അവർ കൊടുത്തിട്ടുള്ള ആ ഒരു ഡൗൺവേർഡ് ഗൈഡൻസ് അതിപ്പോൾ റിവൈസ് ചെയ്തതായിട്ട് നമുക്ക് അവരുടെ ബിസിനസ് അപ്ഡേറ്റിൽ കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ കാത്തലിക് സിറിയൻ ബാങ്കിൻ്റെ നല്ലൊരു റിസൾട്ട് നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി രണ്ടാമതൊരു ബാങ്ക് ബിസിനസ് അപ്ഡേറ്റ് നൽകിയിട്ടുള്ളത് സൗത്ത് ഇന്ത്യൻ ബാങ്കാണ്. അവരുടെ ലോൺ അഡ്വാൻസ് 8.9% പ്രീവിയസ് ഇയർ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വർദ്ധിച്ചിട്ടുണ്ട് എന്നാണ് അപ്ഡേറ്റിൽ പറയുന്നത്. പ്രീവിയസ് ക്വാർട്ടറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 3.5% വർദ്ധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇയർ ഓൺ ഇയർ ബേസിസിൽ ഡെപ്പോസിറ്റും 9.7% വർദ്ധിച്ചതായിട്ടാണ് അപ്ഡേറ്റിൽ പറയുന്നത്. അത് ക്വാർട്ടർ ഓൺ ക്വാർട്ടറിൽ 5.7% ആയിട്ടും വർദ്ധിച്ചിട്ടുണ്ട്. കൂടാതെ കാസ റേഷ്യോ അത് 9.9% വർദ്ധിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ ക്വാർട്ടറായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 1.8% വർദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ സൗത്ത് ഇന്ത്യൻ ബാങ്കും അവരുടെ പോസിറ്റീവായിട്ടുള്ള ഒരു ഗൈഡൻസ് ആണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. മറ്റൊരു ബാങ്ക് ബിസിനസ് അപ്ഡേറ്റ് കൊണ്ടുവന്നിട്ടുള്ളത് ഇന്ത്യൻ ബാങ്കാണ്. അവരുടെ ലോൺ ഗ്രോത്ത് 13% സെപ്റ്റംബർ ക്വാർട്ടർ വർദ്ധിച്ചിട്ടുള്ളത്. അപ്പോൾ റീറ്റെയിൽ, അഗ്രികൾച്ചർ, അതുപോലെ MSME പോലെയുള്ള മേഖലകളിൽ ഇവർ നടത്തിയിട്ടുള്ള ലോൺ അഡ്വാൻസ് ആണ് 16% പ്രീവിയസ് ഇയറിനേക്കാളും കൂടിയിട്ടുള്ളത്. അതുപോലെ ഡെപ്പോസിറ്റ് ഗ്രോത്തും 12% വെച്ച് വർദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യൻ ബാങ്ക് അവരുടെ ഗൈഡൻസിൽ പറയുന്നത് 8 to 10% ഗ്രോത്ത് ഡെപ്പോസിറ്റിലും 10 to 12% ഗ്രോത്ത് ലോൺ അഡ്വാൻസിലും ഭാവിയിൽ ഉണ്ടാകുമെന്നാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്ത്യൻ ബാങ്കിൻ്റെ റിസൾട്ടും നല്ല രീതിയിൽ വരാനുള്ള ഒരു സാധ്യതയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി നമ്മൾ ഇന്ന് മാർക്കറ്റിൽ സെക്ടോറൽ ഇൻഡെക്സുകൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും ശക്തമായ റാലി നടന്നത് മെറ്റൽ ഇൻഡെക്സിലാണെന്നാണ്. മെറ്റൽ ഇൻഡെക്സ് അതിൻ്റെ ഫ്രഷ് റെക്കോർഡ് ഹൈ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. 10,000 മുകളിൽ പോയിരിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ 4 കൺസിക്യൂട്ടീവ് ഡേയ്സിൽ മെറ്റൽ ഇൻഡെക്സ് പോസിറ്റീവായിട്ട് തന്നെയാണ് ക്ലോസ് ചെയ്യുന്നത്. ടോട്ടൽ 2.5% ഒരു ഇൻക്രീസ് അവിടെ ഉണ്ടായതായിട്ട് കാണാം. അപ്പോൾ മൊത്തത്തിൽ ഈ റീസെൻ്റ് ആയിട്ടുള്ള ഈ ഒരു അപ് ട്രെൻഡ് മെറ്റൽ ഇൻഡെക്സിൽ ഉണ്ടായത് കാരണം ഏകദേശം 4.5% ഒരു ഗ്രോത്താണ് മെറ്റൽ ഇൻഡെക്സിൽ മൊത്തത്തിൽ കാണുന്നത്. മെറ്റൽ ഇൻഡെക്സിലുള്ള സ്റ്റോക്കുകളിൽ അദാനി എൻ്റർപ്രൈസസ് വെച്ച് ബാക്കി എല്ലാ സ്റ്റോക്കുകളും ഇന്ന് പോസിറ്റീവിൽ ക്ലോസ് ചെയ്തിട്ട് കാണാം. അപ്പോൾ ഈ മെറ്റൽ ഇൻഡെക്സിൽ ഈ രീതിയിലുള്ള ഒരു റാലി നടക്കാനുള്ള കാരണമായിട്ട് മൾട്ടിപ്പിൾ ഫാക്ടേഴ്സാണ് നമുക്ക് മാർക്കറ്റിൽ കാണാൻ കഴിയുന്നത്. അപ്പോൾ അത് യൂറോപ്യൻ യൂണിയൻ അവരുടെ ഇമ്പോർട്ട് താരിഫ് 50% ഉയർത്താൻ പോകുന്നു എന്ന വാർത്ത മുതൽ, അതുകൂടാതെ ചൈനയുടെ സ്റ്റീൽ ഔട്ട്പുട്ട് അവർ കട്ട് ചെയ്തതും ഇതൊക്കെ മൊത്തത്തിൽ വേൾഡ് വൈഡ് ഡിമാൻഡ് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതുകൂടാതെ റീസെൻ്റ് ആയിട്ടുള്ള MPC മീറ്റിങ്ങിൽ RBIയുടെ ഒരു എസ്റ്റിമേറ്റ് പ്രകാരം പല സെഗ്മെൻറ്റിൽ ഇപ്പോൾ ഓട്ടോ, കൺസ്യൂമർ ഡ്യൂറബിൾസ്, ഹൗസ് ഹോൾഡ് ഐറ്റംസ്, പ്രത്യേകിച്ച് അത് ഈ സ്റ്റീൽ, അലൂമിനിയം, അയൺ കൂടാതെ മറ്റ് മെറ്റൽസിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന പല സെക്ടറുകളിലും ഡിമാൻഡ് വർദ്ധിക്കുമെന്ന ഒരു സൂചന നൽകിയിരുന്നു. കൂടാതെ കോപ്പർ പ്രൈസ് അത് ഗ്ലോബലായിട്ട് വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നമുക്ക് ഹിന്ദുസ്ഥാൻ കോപ്പർ പോലെയുള്ള സ്റ്റോക്കുകളിൽ 50% ഒരു അപ്സൈഡ് ഈ അടുത്ത കാലത്തായിട്ടുണ്ടായിട്ട് കാണാം. ഇതുകൂടാതെ ഈ അടുത്ത കാലത്ത് ഇന്ത്യയിലുള്ള ഡയറക്ടറേറ്റ് ഓഫ് ജനറൽ ട്രേഡ് റെമഡീസ് എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റ്, അവർ ഇമ്പോർട്ട് ട്രേഡിനെ റെഗുലേറ്റ് ചെയ്യുന്ന ഒരു അതോറിറ്റിയാണ്. അവർ സേഫ് ഗാർഡ് ഡ്യൂട്ടി എന്ന പേരിൽ 11 to 12% ഡ്യൂട്ടി ഇമ്പോർട്ടുകൾക്ക് നിശ്ചയിച്ചിരുന്നു. അത് ഡൊമസ്റ്റിക് സ്റ്റീൽ മില്ലുകളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു നിയമമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നെറ്റ് ഇമ്പോർട്ട് വലിയ തോതിൽ കുറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഏകദേശം 50% കുറഞ്ഞിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് ഡൊമസ്റ്റിക് മാർക്കറ്റിൽ ഈ സ്റ്റീലിൻ്റെയും അലൂമിനിയത്തിൻ്റെയും അതുപോലെ മറ്റ് മെറ്റൽസിൻ്റെയും ഒക്കെ വില വർദ്ധിക്കാൻ കാരണമായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ മൊത്തത്തിൽ ഈ മെറ്റൽ സ്റ്റോക്കുകളിൽ ഒരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റ്സ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു റാലിയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇനി നമ്മൾ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഷോക്കിംഗ് റിപ്പോർട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഇതൊരിക്കലും ഒഫീഷ്യൽ റിപ്പോർട്ടല്ല, പക്ഷേ പൊതുവെ വാർത്തകളിൽ നിറഞ്ഞു കാണുന്ന ഒരു കാര്യമാണ് സെറോദ എന്ന ഡിസ്കൗണ്ട് ബ്രോക്കറുടെ CEO ആയിട്ടുള്ള നിതിൻ കാമത്തിൻ്റെ ഒരു പ്രസ്താവന. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഈ സീറോ ബ്രോക്കറേജ് മോഡൽ അത് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് സെറോദയാണ്. അപ്പോൾ 15 വർഷങ്ങൾക്ക് മുമ്പ് ആ ഒരു മോഡൽ ഇൻട്രൊഡ്യൂസ് ചെയ്തതിന് ശേഷമാണ് മൊത്തത്തിൽ ഇന്ത്യയിലെ സ്റ്റോക്ക് മാർക്കറ്റിൽ ആ ഡിമാറ്റ് അക്കൗണ്ടുകളുടെ വർധനവുണ്ടാക്കുന്നതിൽ വലിയൊരു പങ്ക് വഹിച്ചിട്ടുള്ളത്. അപ്പോൾ ആ സീറോ ബ്രോക്കറേജ് മോഡൽ അത് അധികകാലം തുടരാൻ കഴിയില്ല, അത് നിർത്താനുള്ള സമയമായി എന്നാണ് നിതിൻ കാമത്ത് കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിന് പല കാരണങ്ങളും അദ്ദേഹം മുന്നോട്ട് വെക്കുന്നുണ്ട്. ഒന്ന്, സെബി പല വിധത്തിലുള്ള റെഗുലേറ്ററി ചേഞ്ചസും സ്റ്റോക്ക് മാർക്കറ്റിൽ കൊണ്ടുവരികയാണ്. ഇപ്പോൾ നമുക്കറിയാം, അടുത്ത കാലത്താണ് വീക്ക്ലി എക്സ്പയറി നിർത്താനുള്ള ഒരു തീരുമാനം. അപ്പോൾ പൊതുവേ ഈ ബ്രോക്കറേജുകൾക്ക് വലിയ തോതിലുള്ള റവന്യൂ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു മേഖലയാണത്. അപ്പോൾ ട്രേഡുകളുടെ എണ്ണം വലിയ തോതിൽ കുറയുമ്പോൾ, അവിടെയുള്ള വോളിയം കുറയുമ്പോൾ അത് ഇവരെ റവന്യൂവിനെ വലിയ തോതിൽ ബാധിക്കും. ഇതുകൂടാതെ ഹയർ സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ടാക്സ് ഓപ്ഷൻ മേഖലയിൽ ഏർപ്പെടുത്തിയതും ഇവരുടെ ബിസിനസ്സിനെ ബാധിച്ചിട്ടുണ്ട്. അതുപോലെ എക്സ്ചേഞ്ച് ഫീയുമായി ബന്ധപ്പെട്ട റിബേറ്റുകൾ എടുത്തു കളഞ്ഞതും ഇവരുടെ ബിസിനസ്സിനെ ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിൽ ബ്രോഡർ മാർക്കറ്റിലുണ്ടായിട്ടുള്ള ക്ഷീണം അത് ഇതിൻ്റെ ബിസിനസ്സിനെയും ബാധിച്ചു. ഇപ്പോൾ കഴിഞ്ഞ ക്വാർട്ടർലി റിസൾട്ടുകളിൽ സെറോദയുടെ പ്രോഫിറ്റിൽ ഏകദേശം 40% ഒരു ഡ്രോപ്പാണ് ഉണ്ടായിട്ടുള്ളത്.
ഇത് ഫസ്റ്റ് ടൈമാണ് ഈ ഒരു ബ്രോക്കറേജിൻ്റെ ഇത്ര വലിയൊരു ഡ്രോപ്പ് അവരുടെ ബിസിനസ്സിലുണ്ടാകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഡെലിവറി ട്രേഡുകൾക്ക് സീറോ ചാർജ് എന്ന ഒരു കൺസെപ്റ്റ് അത് ഇനി തുടരാനാവില്ല എന്ന സൂചനയാണ് നിതിൻ കാമത്ത് നൽകുന്നത്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ ഇനി മുതൽ നമ്മൾ ലോങ് ടേം ഡെലിവറി എടുക്കുമ്പോൾ അതിന് ചാർജ് ഈടാക്കപ്പെടാൻ സാധ്യതയുണ്ട്. ഇവരുടെ കോമ്പറ്റേറ്റേഴ്സ് ആയിട്ടുള്ള മറ്റ് പല ബ്രോക്കറേജ് ഹൗസുകളും ഓൾറെഡി ഡെലിവറി ചാർജുകൾ ചാർജ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ മറ്റ് വിധത്തിലുള്ള ചാർജുകളിലൂടെ അത് കോമ്പൻസേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ സെറോദയും ഇനി ഡെലിവറി ട്രേഡിന് ചാർജ് ചെയ്യാനുള്ള ഒരു നീക്കം നടത്തുമെന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാർക്കറ്റിൽ ഇപ്പോൾ പൊതുവെ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ സെൻറ്റിമെൻറ്റ്സ് ഡൗൺ ആയിക്കൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ ഈ രീതിയിൽ ഡിസ്കൗണ്ട് ബ്രോക്കേഴ്സ് അവരുടെ ചാർജുകൾ കൂട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് മാർക്കറ്റിനെ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് കൊണ്ടുപോകും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഇതൊക്കെയാണ് ഇന്നത്തെ മാർക്കറ്റുമായിട്ട് ഇവിടെ പങ്കുവെക്കാനുള്ളത്. ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകൾ അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.